ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ രാവിലെ കാളൊക്കെ എണീറ്റിട്ടുണ്ട്. റമദാൻ മാസം ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഗൈസ് അപ്പം നമ്മൾക്ക് നോമ്പ് കാളൊക്കെ ഒന്ന് എടുക്കാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെ ഷിൻചാനെ കാളൊക്കെ ഒന്ന് ഈ ഒരു നാട്ടിലോട്ട് കാളൊക്കെ കൊണ്ടുവരാമെന്ന് ഗൈസ്. അപ്പം നമുക്ക് കാളൊക്കെ നമ്മളെ ഷിൻചാൻ്റെ പപ്പയൊന്ന് വിളിച്ച് ചോദിക്കണം, അവനെ വിട്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഗൈസ്. അപ്പം ഷിൻചാനും പിഞ്ചാനും വേണ്ട ഗൈസ്. അപ്പോൾ ഷിൻചാൻ മാത്രം മതി, ഷിൻചാനും കൂടെ ആയ ഭയങ്കര അടിയാവും. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മളെ ഷിൻചാൻ്റെ പപ്പയൊന്ന് വിളിച്ച് ചോദിക്കട്ടെ. ഹലോ, ഷിൻചാൻ്റെ പപ്പയാണോ? ഞങ്ങളൊക്കെ നമ്മളെ വീട്ടിലൊക്കെ വിടാൻ പറ്റുമോ? ശരിടാ, ഞാൻ പ്ലെയിൻ ടിക്കറ്റ് വിടാം. കേസ് അപ്പോൾ ഷിൻചാൻ്റെ പപ്പ പെട്ടെന്നാണ് കേസ് സംസാരിക്കുന്നത്. എവിടാണ്ട് ഓഫീസിലാണ് നിൽക്കുകയാണ്. അപ്പോൾ ഷിൻചാൻ്റെ കാലക്ക് നമ്മളെ നാട്ടിലോട്ട് കാലൊക്കെ കയറ്റി വിടാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു എന്തായാലും ഗൈസ് ഞാൻ പോയി അവനെ പിക്ക് ചെയ്യാമെന്ന് ഗൈസ്. അപ്പോൾ ഇവിടുത്തെ ഈ എയർപോർട്ടിലാണ് വരുന്നത്. അവൻ്റെ സിറ്റിങ് ആൾക്ക് അടുത്ത് കിടപ്പുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പം ഗൈസ് അപ്പോൾ ഇതുവരെയായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തതാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് എയർപോർട്ടിലോട്ട് കാളൊക്കെ ഇനി അവിടെ എത്തിയിട്ട് കാണാൻ വെച്ചാൽ ഗൈസ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലോട്ട് കാളൊക്കെ വന്നിട്ട് ഷിൻചാൻ ഇതുവരെയായിട്ട് വന്നില്ലേ ഗൈസ്. എന്തായാലും ഇവിടെ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തേക്കാം. ഇപ്പം വിളിച്ചതല്ലേ ഉള്ളൂ ഗൈസ്. അപ്പം ഇച്ചിരി നേരം കരയുമായിരിക്കും. എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മളെ ഷിൻചാനും കാളൊക്കെ നമ്മൾ വണ്ടി വന്ന് കയറിയിട്ടുണ്ട്. എടാ ഷിൻചാനെ, പിന്നെ എന്തൊക്കെയുണ്ടോ വിശേഷം? പിന്നെ വേറൊന്നുമില്ല ഗൈസ്. നമ്മളെ ഷിൻചാന് വേറെ വിശേഷമൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ വിചാരിച്ചു നമ്മളെ ഷോപ്പിങ്ങും കാളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ ഷോപ്പിങ്ങും കാളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ മറ്റേ വീട്ടിലോട്ട് കാളൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് മച്ചാന്മാരെ. അപ്പം നമ്മൾ കാളൊക്കെ നേരെ നമ്മൾ ഷോപ്പിംഗ് മാളിലോട്ട് വിടുകയാണ് ഗൈസ്. ഇപ്പോൾ ഇവിടെ തന്നെ അടിപൊളി ഒരു മാളും കാളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഗൈസ് ഞാൻ പോകുന്നത്. എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് കാണാം മച്ചാന്മാരെ. ഗൈസ് നമ്മൾ ഷോപ്പിംഗ് മാളിലോട്ട് നമ്മൾ ഷോപ്പിംഗ് കാളൊക്കെ കാര്യം ഗൈസ്. അങ്ങനെ നമ്മളെ ഡിക്കിലോട്ടും കാളൊക്കെ എല്ലാ സാധനവും കാളൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കാളൊക്കെ നമ്മളെ വീട്ടിലോട്ടും കാളൊക്കെ പോകണം. എന്തായാലും ഗൈസ് നമുക്ക് ഇടയത്താരം കാളൊക്കെ പിടിക്കേണ്ടുള്ളതാണ്. ഇനി നേരെ നമ്മളെ വീട്ടിലെത്തിയിട്ട് കാണാം മച്ചന്മാരെ. അതിനുമുമ്പ് ഇതുവരെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാത്ത കുറേ പേര് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക മച്ചന്മാരെ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലോട്ടും കാളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഗൈസ് ഇപ്പോൾ നമ്മളെ വണ്ടി കാളൊക്കെ ഇവിടെ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് രാവിലെ ആയിട്ട് കാണാം മച്ചന്മാരെ. ഇന്ന് നമുക്ക് ഇച്ചിരി കിടന്നങ്ങ് ഉറങ്ങിയേക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ഇടയത്താരത്തിന് കാളൊക്കെ എണീറ്റ് ഗൈസ്. അങ്ങനെ നമ്മൾ കാളൊക്കെ ഡ്രസ്സ് അങ്ങ് മാറുകയാണ്. ഞാൻ വിചാരിച്ചൊന്ന് കുളിച്ചതിന് ശേഷം നമുക്ക് വല്ലതൊക്കെ തിന്നാന്ന് ഗൈസ്. അപ്പം നമ്മൾ കാളൊക്കെ രാവിലെ തന്നെ കുളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ കാളൊക്കെ നമ്മൾ നേരെ വന്ന് കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് പോയി കുളിക്കണം ഗൈസ്. എ സിയും കാളൊക്കെ വർക്ക് ആവുന്നില്ല ഗൈസ്. അപ്പോൾ നാളെ ഒരു എ സി മെക്കാനിക്കിനെയും കാളൊക്കെ വിളിക്കേണ്ടി. അപ്പം രാവിലെ ആകുമ്പോൾ ഇന്ന് എ സി മെക്കാനിക്കിനെ വിളിക്കണം. രാവിലെ എന്തായാലും ഞാൻ വിചാരിച്ചെന്നാലും ജിമ്മിലൊക്കെ ഒന്ന് പോയി വർക്കൗട്ട് ചെയ്തിട്ട് പോയി കുളിക്കാമെന്ന് ഗൈസ്. നീ നമുക്ക് ജിമ്മിലോട്ട് കാളൊക്കെ പോകണം കേട്ടോ ഗൈസ്. അപ്പം ഞാനിങ്ങനെ നോമ്പ് പിടിക്കുന്ന പ്രായങ്ങളുള്ള എന്നെ കൂടെ ഒന്ന് പിടിപ്പിക്കണേ. അവിടെ ഷിൻചാനെ നിന്നെ കൂടെ നോമ്പ് പിടിപ്പിക്കാം. എന്തായാലും വാ, നീ എന്തായാലും ഇടയത്താരം ആളൊക്കെ കുടിക്കാൻ വരുന്നില്ലേ? എന്തായാലും വാ, നമുക്ക് നാളേക്ക് ഇടയത്താരം പിടിക്കാം. ഫ്രാങ്ങളെ പിന്നെ പിഞ്ചായൊക്കെ വിളിച്ചായിരുന്നോ? ഞാനൊക്കെ വിളിച്ചില്ലടാ. ഞാനെന്നീ കുളിക്കാൻ വരുന്ന സ്വിമ്മിംഗ് പൂളിൽ പോയി നല്ല അടിപൊളിയായിട്ട് നല്ല തണുത്തോളത്തിൽ കുളിക്കാടാ. ഞാനും കാളയ്ക്കാണെങ്കിൽ മെനഞ്ഞാന്ന് കുളിച്ചതേ ഉള്ളു. ഇനിയും കുളിക്കണം. ഞാനൊന്നും ഇല്ല, പോയി കുളി. നമ്മളെ ഷിൻചാൻ വരുന്നില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് പോയി കുളിക്കാൻ ഗൈസ്. എൻ്റെ പൊന്നോ എന്തൊരു തണുപ്പ് ഗൈസ്. അപ്പം ഗൈസ് നല്ല തണുപ്പും കാളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്കൊന്നും കൂടെ ഒന്ന് ചാടിയേക്കാം. തണുപ്പത്ത് കുളിക്കാനല്ലേ ഗൈസ് ഇച്ചിരി രസം. ചൂടത്തൊക്കെ കുളിച്ചാവോ എൻ്റെ പൊന്നോ തണുപ്പ് ഗൈസ്. എന്തായാലും ഈ കുളിയും കാളൊക്കെ മതി ഗൈസ്. അപ്പം നമുക്ക് കാളൊക്കെ ഇനി പോയി വല്ലതൊക്കെ കഴിക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് എന്നിട്ട് പോയി കിടന്നങ്ങ് ഉറങ്ങാം. എന്തായാലും ഗൈസ് അപ്പം നമുക്ക് പോയി കഴിക്കാം. എടാ ഷിൻചാൻ അതിന് മുമ്പേ സൂപ്പൊക്കെ കുടിച്ചിട്ട് പോയാ. അവൻ എന്തായാലും ഒരു ഗെയിമും കാളൊക്കെ കളിക്കുന്നുണ്ട്. അതുമായിട്ട് ഭയങ്കര അഡിക്റ്റാണ് കേട്ടോ ഗൈസ്. അപ്പം അവരെന്തായാലും പോയി കിടന്നിട്ടുണ്ട്. എന്തായാലും നമുക്കും കൂടെ പോയി കുടിച്ചതിനും കാര്യങ്ങളൊക്കെ ശേഷം നമുക്ക് പോയി ഇങ്ങനെ കിടക്കാം മച്ചാമാരെ. ഗൈസ് നമുക്കിവിടെ സൂപ്പാണ് കുടിക്കാനുള്ളത്. ഇതെന്തായാലും കുടിക്കാം. എൻ്റെ മോനെ നല്ല അടിപൊളി സൂപ്പ് ഗൈസ്. നല്ല ചൂട് സൂപ്പാണ് കുടിക്കുന്നത്. നല്ല തണുപ്പത്ത് പോയി കുളിച്ചിട്ട് വരാൻ നല്ല ചൂട് സൂപ്പാണ് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് കാളൊക്കെ ആണെങ്കിൽ ഇനി പോയി കിടന്നങ്ങ് ഉറങ്ങിയേക്കാം. നീ രാവിലെ ആയിട്ട് കാണാം ഗൈസ്. ബാങ്കല്ലേ ഗൈസ് അത് വിളിക്കുന്നത്. ഗൈസ് അങ്ങനെ ബാങ്ക് കാളൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇനി പോയി നല്ല അടിപൊളിയായിട്ടൊന്ന് കിടന്നങ്ങ് ഉറങ്ങിയേക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ രാവിലെയും കാളൊക്കെ തന്നെ എണീറ്റിട്ടുണ്ട് മച്ചാന്മാരെ. ഓക്കെ ഗൈസ്. അപ്പം നമ്മളെ ഷിൻചാനും കാളൊക്കെ മേളിലാണ്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ ജിമ്മിൽ വല്ലതും പോയി കിടന്ന് വല്ലതൊക്കെ കാണിക്കുകയായിരിക്കും. എന്തായാലും ഗൈസ് നല്ല അടിപൊളി ക്ഷീണം തന്നെ ഉണ്ട് ഗൈസ്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ നല്ല ക്ഷീണമുണ്ട്. എന്തായാലും ഗൈസ് അവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. നമ്മളെ സൂപ്പിൻ്റെയൊക്കെ പാത്രങ്ങൾ ഇരിക്കുന്നുണ്ട്. ഓഹോ എൻ്റെ മോനെടാ കൊതി വരുന്നു ഗൈസ്. അപ്പം എന്താ ചെയ്യാനാണ് ഗൈസ്. അപ്പം നമുക്ക് നോമ്പല്ലേ, അങ്ങനെ ഒന്ന് കുടിച്ചുകൂടെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും ഞാൻ വിചാരിച്ച് നമുക്ക് പോയി
ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കേട്ടോ ഗൈസ്. അപ്പോൾ ഇച്ചിരി ഷോപ്പിങ്ങുള്ള ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗൈസ് അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പോയി ഷോപ്പ് ചെയ്യാമെന്ന്. അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ നേരെ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകണം. അപ്പം നമുക്ക് നമ്മുടെ ഡിഫൻഡർ കഴുവ പോലെ ഉണ്ട് ഗൈസ്, നല്ല ചെളിയും കാര്യമൊക്കെ ഉണ്ട് ഗൈസ്. ഇനി നമുക്ക് പോകുന്ന വഴി വല്ല കാർ വാഷ് കാണുകയാണെങ്കിൽ അവിടെ കയറി വല്ല കഴുവാൻ മച്ചാൻ മര. എടാ ഷിൻജാനെ നീ വരുന്നോ? ഇല്ല ഫ്രാങ്ക്ലന്നെ പൊയ്ക്കോ. എടാ കുറേ അടവൊന്നും കാണിക്കണ്ട, എന്തായാലും നീ എൻ്റെ വണ്ടി വന്ന് കയറി. നീ ഇവിടെ വല്ലതും നിന്ന് എനിക്കറിയാം. എങ്കിൽ പിന്നെ വരാം, വന്ന് കേറി ഫ്രാങ്ക്ലണ്ണ വണ്ടി എടുത്തോ. എന്താ ഇവൻ്റെ അടവെന്ന് വെച്ച് അറിഞ്ഞുകൂടെ ഗൈസ്. പറ്റുക ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുമ്പോൾ സൂപ്പെല്ലാം എടുത്ത് ചിലപ്പം കമത്തും. പിന്നെ ഈത്തപ്പഴം ഇരിപ്പുണ്ട്, അതെടുത്ത് തിന്നും. അവനാണെങ്കിൽ നോമ്പ് കുറിക്കുക. അവനിപ്പം തന്നെ ചെറിയൊരു ക്ഷീണമുണ്ട്. അവനോട് ചോദിക്കുകയാണെങ്കിൽ അവൻ അങ്ങനെയൊന്നും പറയത്തില്ല. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഞാനേ എങ്ങനെയുണ്ട് നോമ്പ് പിടിച്ചിട്ട്? ഫ്രാങ്ക്ലണ്ണ ഞാൻ നോമ്പ് കുടിച്ചത് പോലും അറിയത്തില്ല ഫ്രാങ്ക്ലണ്ണ, ഒരു ക്ഷീണം പോലും ഇല്ല. രാവിലെ വെള്ളം കുടിച്ചത് ഫ്രാങ്ക്ലണ്ണ അറിയുന്നില്ല. എന്തായാലും രക്ഷപ്പെട്ട്. എന്താടാ ഷിൻജാനെ എന്താടൊക്കെ ഇരുന്ന് പുറകുറുക്കുന്ന? ഒറ്റയ്ക്ക് വല്ല സംസാരിക്കുന്ന എന്താവുന്നു? എനിക്ക് വല്ല വട്ടു വല്ല ആയോടാ? അതൊന്നും ഇല്ല ഫ്രാങ്ക്ലണ്ണ, ഞാൻ പപ്പ വിളിച്ചോന്ന് ചോദിച്ചതാ ഫ്രാങ്ക്ലണ്ണ. നമ്മുടെ ഷോപ്പിംഗ് മാളിലോട്ട് നിങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കൂടെ സാധനം മേടിക്കാനുണ്ട്. എന്തായാലും ഇവിടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് കാണാൻ മച്ചാന്മാര്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് കാളൊക്കെ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ നമ്മളെ വീട്ടിൽ പോയങ്ങ് നോമ്പ് കുറിക്കുക. അങ്ങനെ വൈകിട്ടും കാളൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇച്ചിരി കൂടെ സമയം മതി കേട്ടോ കേസ്, നീ നോമ്പ് കുറിക്കാനുള്ള സമയമാവാൻ. ഇനി എന്തായാലും കേസ് ഇപ്പം നമുക്ക് നീ വീട്ടിൽ എത്തിയിട്ട് കാണാം മച്ചാന്മാരെ. നമ്മളെ ജിമ്മിലും കാളൊക്കെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കാന്ന് കേസ്. അപ്പം ബാങ്ക് കാളൊക്കെ വിളിച്ചു. എന്തായാലും ഞാൻ പെട്ടെന്ന് പോയി നോമ്പ് കുറിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഷിൻജാനും കാളൊക്കെയാണെങ്കിൽ നമ്മളെ ടോമിൻ്റെ വീട്ടിലാണ്. ഞാനാണ് ഒറ്റയ്ക്ക് ഉള്ളു കേട്ടോ കേസ്. എന്തായാലും നമുക്ക് നോമ്പ് കുറിക്കാം കേസ്. നോമ്പ് കാളൊക്കെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വിടുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ മച്ചാന്മാരെ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.